ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു വിശേഷമായിട്ടാണ് കേട്ടോ. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഞങ്ങളങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ഞങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, നല്ല ഫുഡ്. പിന്നെ ഒരു കുഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്തേക്കും, അത്രേ ഉള്ളൂ കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അവന് ദീർഘായുസ്സും ആഫിയത്തൊക്കെ അല്ലാഹു നൽകട്ടെ, ആമീൻ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവന് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കേട്ടോ. ഇതുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവന് സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഒരു 5-6 പച്ചമുളകും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് ഇനി നമുക്കതിനൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം ഞാൻ കുക്കറിൻ്റെ മൂടിയൊക്കെ മൂടിയിട്ട് അതിനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കുക്കർ സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ. എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അടി പിടിക്കുമോ കരിയോ എന്നൊക്കെ. ഒരു പ്രശ്നമല്ല കേട്ടോ, നല്ല കുക്കറാണ്. ഞാൻ ഇത് വാങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴും അതിൻ്റെ വാഷറിന് പോലും ഒരു കേടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയും 2 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകവും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതിനെ നന്നായിട്ട് അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ നല്ലതുപോലെ അരയണം കേട്ടോ, എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഒന്നണ്ട് അടിച്ച് കൊണ്ടുവരട്ടെ, വല്ലാതെ അങ്ങോട്ട് അടിച്ച് ലൂസാക്കണ്ട. അപ്പം ഞാൻ സ്റ്റൗവൊക്കെ ഓഫാക്കി കുക്കറിൻ്റെ വിസിലൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പം നമ്മുടെ വെള്ളരിക്ക നന്നായി വെന്ത് ഇട്ടുണ്ട് കേട്ടോ. ഒരു വിസിലേ വേണ്ടുള്ളൂ കേട്ടോ. വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ പച്ചക്കറി ഇല്ലേ, എത്ര വേവൊന്നുമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അതിൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനതിലേക്ക് തേങ്ങയാണ് ഫസ്റ്റ് ബാച്ചായ തേങ്ങയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനതിലേക്ക് നമ്മുടെ അടിച്ച് വെച്ചിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്തു. തൈരും തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കറി നന്നായിട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഒന്നങ്ങോട്ട് ചൂടായാൽ മതിയാവും. പെട്ടെന്ന് പിരിഞ്ഞു പോകും. തേങ്ങയും തൈരും കൂടി ആകുമ്പോൾ തൈരിൻ്റെ പുളി ആയിട്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പം ഞാനത് ഒരു കയ്യിലിട്ടിട്ട് മെല്ലെ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അധികം തിളച്ച് മറിയണ്ട കേട്ടോ. ഒന്ന് തിളക്കാനാവുമ്പോൾ തീ ഓഫാക്കുക. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ചൂടായി വരട്ടെ. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി മൂത്ത് വരട്ടെ. മൂക്കുമ്പോൾ കണ്ണുക്കും മൂക്കൊക്കെ പൊട്ടിത്തെറിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെപ്പോഴും അടുപ്പത്ത് പണിയെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പം ഞാനതിലേക്ക് വറ്റൽമുളകും കരിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മോര് കാച്ചി റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പം എന്നാൽ നമുക്കൊരു ബീഫ് വരട്ട് കൂടെ തയ്യാറാക്കിയാലോ. ഇത് അക്കു ഏൽപ്പിച്ച് പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. അവന് മോര് കറിയും ബീഫ് വരട്ടും പപ്പടം സാദാ ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ 2 പച്ചമുളക് കീറിയിട്ടത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച
ആ പേസ്റ്റും ഇത്തിരി കേട്ടോ. ഞാൻ അധികം വരട്ടണേക്ക് വേറെ മസാലകളൊന്നും ചേർക്കാറില്ല. അപ്പം ഇനി വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുക്കർ മൂടിയിട്ട് അടച്ച് വെക്കാം. അപ്പം ഞാനതിനെ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വെന്ത് വരട്ടെ. ഒരു 3-4 വിസിലാകുമ്പോഴത്തേന് വെന്ത് വരും. നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ടല്ലേ. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ബീഫിനെ ഞാൻ വരട്ടിയെടുത്തിട്ടുള്ള ഒരു ഉരുളിയിലാണ് കേട്ടോ. ഒരു വലിയ ഉരുളിയിലാണ്. ഇതാവുമ്പോൾ നല്ല സുഖമാണ് അതിൽ ഇങ്ങനെ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വിഭവം നല്ല മട്ടയരിൻ്റെ ചോറും, ഞങ്ങളിവിടെ മട്ടയരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ മട്ടയരി ചോറും അതുപോലെ തന്നെ വെള്ളരിക്ക മോരുകറിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ബീഫ് ഉരുളിയിൽ വരട്ടിയതും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചാലോ. അതിലേക്ക് പപ്പടം കൂടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ അക്കുവിൻ്റെ അപ്പച്ചി അവനൊരു കുഞ്ഞി കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്കു സ്കൂളൊക്കെ വിട്ട് വന്ന് കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റി കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കണം കേട്ടോ. അപ്പം അവനോട് ഞാൻ അവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ബർത്ത്ഡേ കുട്ടി സ്കൂളൊക്കെ വിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി നല്ല സുന്ദര കുട്ടപ്പനായി നിൽക്കുന്നുണ്ടേ. എന്നെ എന്താണ് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ആരൊക്കെ വരും ബർത്ത്ഡേ ആഘോഷിക്കാൻ? ആരെയും വരുന്നുണ്ടോ? ബർത്ത്ഡേ കേക്ക് മുറിച്ചാൻ വരുന്നുണ്ടോ ആരെങ്കിലും? കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞാൻ ആരൊക്കെ വരും? അക്കു വരും, മുഹമ്മദ് വരും, ഓരൊക്കെ വരും. അക്കുവോ കേക്ക് കട്ട് ചെയ്യാം? എന്നാ കട്ട് ചെയ്തോ. ഫ്രണ്ട്സ്, നമ്മുടെ അക്കു വിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പീസ് തന്നെ അവൻ്റെ അപ്പച്ചിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അവൻ്റെ അപ്പച്ചിയാണ് കേട്ടോ. ഈ നിൽക്കുന്നത് അവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇപ്പം ഇനി അവൻ്റെ അനിയത്തിക്കാണ് ഈ കൊടുക്കണത്. അല്ലു ആണ് അവളെ പേര് കേട്ടോ. ഇനി ഇത്താക്കും അമ്മച്ചിക്കും കൂടി കൊടുത്തു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതോ എൻ്റെ ചങ്ങായിമാരെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന പേനകളും ഇറേസറും ഒക്കെയാണ് കേട്ടോ. ഇതോ എൻ്റെ ഉപ്പച്ചിയാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഷൂ ആണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.